നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ ഭരണ കാലഘട്ടത്തിൽ ഇതാദ്യമായിട്ടാണ് ഒരു ബില്ല് ലോക്സഭയിൽ പരാജയപ്പെട്ടത്. വനിതാ സംവരണ ബില്ല് പരാജയപ്പെട്ടതോടുകൂടി 2/3 ഭൂരിപക്ഷം നേടാൻ കഴിയാതെ അസാധുവായതോടുകൂടി രാജ്യത്ത് പ്രതിപക്ഷത്തിനെതിരെ വലിയ പ്രതിഷേധമുയർത്താൻ പദ്ധതിയിടുകയാണ് BJP. ഇതിൻ്റെ ഭാഗമായി രാജ്യവ്യാപകമായി വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് BJP പദ്ധതിയിടുന്നത്. നാളെ മുതൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ആരംഭിക്കാനാണ്, കോൺഗ്രസിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും വലിയ ബോധവൽക്കരണം ആരംഭിക്കാനാണ് ഇപ്പോൾ BJP തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ സമീപകാലത്ത് കണ്ടിട്ടുള്ളതിൽ വെച്ച് അല്ലെങ്കിൽ BJP നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഒരു വലിയ ദേശീയ തലത്തിൽ ഒരു വലിയ പ്രക്ഷോഭമായിരിക്കും, ഏറ്റവും വലിയ ഒരു പ്രക്ഷോഭമായിരിക്കും നടക്കാൻ പോവുക എന്നാണ് സൂചന. സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം BJP ദേശീയ നേതൃത്വം ഇപ്പോൾ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. രാജ്യത്തെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങളും മാർച്ചുകളും നടത്താനാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മഹിളാ മോർച്ചയായിരിക്കും ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾക്കും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള പരിപാടികൾക്കും നേതൃത്വം നൽകുക. മാത്രമല്ല BJPയുടെ മുതിർന്ന ദേശീയ നേതാക്കൾ, വനിതാ നേതാക്കളെല്ലാം തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടികളിൽ, പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യും. അതായത് രാജ്യത്തെ വനിതകൾക്ക് അല്ലെങ്കിൽ രാജ്യത്തെ നിയമനിർമ്മാണ സഭകളിൽ, ലോക്സഭയിലും നിയമസഭകളിലുമെല്ലാം വനിതകൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകുന്നതിന് വേണ്ടി 33% സംവരണം അത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ വരുന്ന 2029 തെരഞ്ഞെടുപ്പിൽ തന്നെ നടപ്പാക്കാൻ BJP ആഗ്രഹിച്ചു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഭരണഘടനാ ഭേദഗതി BJP കൊണ്ടുവന്നു. പക്ഷേ അതിനെ പ്രതിപക്ഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ എതിർത്ത് തോൽപ്പിക്കുകയായിരുന്നു എന്നാണ് BJP പറയാൻ ശ്രമിക്കുന്നത്. അതായത് രാജ്യത്തെ വോട്ടർമാരോട് വനിതാ സംവരണം അട്ടിമറിച്ചത് കോൺഗ്രസ് ആണ് എന്ന് പറയാനാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണം നടത്താനാണ് ഇപ്പോൾ BJP ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സംഘടനാ തലത്തിൽ തന്നെ വലിയ രീതിയിൽ രാജ്യത്താകമാനം ഒരേ സമയം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ BJP തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇത് വനിതാ വോട്ടർമാരിൽ വലിയ സ്വാധീനം സൃഷ്ടിക്കുമെന്ന് BJP കണക്ക് കൂട്ടുന്നു. പാർലമെൻറ്റിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നതാണ്. അതായത് ഈ ബില്ല് അത് ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, അത് ഈ രാജ്യത്തിൻ്റെ ക്ഷേമത്തെ കരുതിയാണ്. രാജ്യത്തിൻ്റെ വനിതകൾ അവർ ഈ നിയമനിർമ്മാണ സഭകളിൽ എത്തുക എന്ന് പറഞ്ഞാൽ അത് വികസിത ഭാരതം എളുപ്പമാക്കും എന്നാണ് നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടത്. വികസിത രാജ്യങ്ങളിലുള്ള നിർമ്മാണ സഭകളിലുള്ള വനിതാ പ്രാതിനിധ്യം അതുപോലെ ഇന്ത്യയിലും വനിതാ പ്രാതിനിധ്യം ഉണ്ടാകണം. അതിനുവേണ്ടി ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം ഏതാണ്ട് 850 ഉയർത്തുകയും സ്ത്രീ സംവരണം നടപ്പിലാക്കുകയും ഒക്കെയാണ്, അല്ലെങ്കിൽ വനിതാ സംവരണം നടപ്പിലാക്കുകയും ഒക്കെയാണ് രാജ്യത്തിൻ്റെ പദ്ധതി. ഇത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു നിയമനിർമ്മാണമാണ്. അതിനോട് സഹകരിക്കണം. നമ്മളെല്ലാവരും ഒരുമിച്ച് പാസ്സാക്കിയാൽ ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് അത് ആർക്കും പോവുകയില്ല. മറിച്ച് നിങ്ങൾ ഇതിനെ എതിർക്കുകയാണ് എങ്കിൽ തീർച്ചയായും രാജ്യത്തെ വനിതകൾ, രാജ്യത്തെ സഹോദരിമാരും അതുപോലെ തന്നെ അമ്മമാരുമെല്ലാം വലിയ രീതിയിലുള്ള പ്രക്ഷോഭം അല്ലെങ്കിൽ അവരുടെ മനോവികാരം അത് പ്രതിപക്ഷത്തിനെതിരായി മാറുകയും BJPക്ക് അനുകൂലമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനനുവദിക്കരുത്, നിങ്ങൾ ഈ ബില്ലിനെ പിന്തുണയ്ക്കണം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ പോലും പറഞ്ഞത്. എന്നാൽ ഈ നിയമം അവിടെ പാസ്സായില്ല. കാരണം അത് നമുക്കറിയാം, BJPക്ക് അല്ലെങ്കിൽ നിലവിലെ സർക്കാരിന് 2/3 ഭൂരിപക്ഷം ഇല്ല. ഭരണഘടനാ ഭേദഗതി പാസ്സാകണമെങ്കിൽ 2/3 ഭൂരിപക്ഷത്തോടുകൂടി ലോക്സഭയിലും രാജ്യസഭയിലും ആ ബില്ല് പാസ്സാകേണ്ടതുണ്ട്. മാത്രമല്ല ഈ രാജ്യത്തെ ഏതാണ്ട് 50% വരുന്ന നിയമനിർമ്മാണ സഭകളും ഇതിനെ പിന്തുണയ്ക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, ഈ പറയുന്ന 50% നിയമസഭകൾ അത് തീർച്ചയായും BJPക്ക് ആ രംഗത്ത് കരുത്തുണ്ട്. പക്ഷേ ലോക്സഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലും 2/3 ഭൂരിപക്ഷം BJPക്ക് ഇല്ല. പക്ഷേ ഇത് നിയമമാവില്ല എന്ന ഒരു കണക്ക് കൂട്ടലോടുകൂടി തന്നെയാണ് ഈ നിയമനിർമ്മാണത്തിന് BJP ഇറങ്ങി പുറപ്പെട്ടതും. പ്രത്യേകിച്ചും 2 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. തമിഴ്നാട്ടിലും ബംഗാളിലും ഈ വരുന്ന 23-നും 29-നും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. മാത്രമല്ല 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJP ഇതിനെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാക്കി മാറ്റുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. BJPയുടെ ഈ പ്രചരണത്തെ തകർക്കാനും അല്ലെങ്കിൽ പ്രതിരോധിക്കാനും കോൺഗ്രസും രംഗത്തിറങ്ങുന്നുണ്ട്. കോൺഗ്രസും ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വനിതാ സംവരണ ബില്ലിനെ ഞങ്ങൾ എതിർക്കുന്നില്ല,
രാജ്യത്തെ വനിതകൾക്ക് സംവരണം നൽകണമെങ്കിൽ ബി ജെ പിക്ക് അത് നൽകാം. 2024 തിരഞ്ഞെടുപ്പിൽ തന്നെ അങ്ങനെ ഒരു വനിതാ സംവരണം നിലവിൽ വരുത്തണം എന്നായിരുന്നു കോൺഗ്രസിൻ്റെ ആഗ്രഹം. പക്ഷേ ബി ജെ പി അങ്ങനെയല്ല നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ വനിതാ സംവരണത്തിൻ്റെ മറവിൽ രാജ്യത്തിൻ്റെ ലോക്സഭാ മണ്ഡലങ്ങളുടെ ഘടനയിൽ മാറ്റം വരുത്താനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത്. അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കും, അതിനാനുപാതികമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വർദ്ധിക്കുന്നില്ല. ഇത് ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയ ഗുണം ചെയ്യും എന്നതിൻ്റെ പേരിലാണ് കോൺഗ്രസ് ഇതിനെ ശക്തമായി എതിർക്കുന്നത്. എന്നാൽ അത്തരം എതിർപ്പുകളിൽ അല്ലെങ്കിൽ അത്തരം വാദമുഖങ്ങളിൽ ശാസ്ത്രീയത ഇല്ല എന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത്. കാരണം ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രാജ്യത്തെ എല്ലാ മേഖലകളിലും വലിയ സ്വാധീനമുണ്ട്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സ്വാധീനമുണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്, അതിൽ ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. അതിനായി അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാനായി ലോക്സഭാ മണ്ഡലങ്ങളെ വെട്ടിക്കീറേണ്ട കാര്യമില്ല എന്നാണ് ബി ജെ പി പറയുന്നത്. പക്ഷേ ബി ജെ പിയുടെ ഈ പ്രചരണത്തിനെതിരെ, വനിതാ സംവരണ ബില്ലിനെതിരാണ് കോൺഗ്രസ് എന്ന പ്രചരണത്തിനെതിരെ ശക്തമായി നിലകൊള്ളാനും ബി ജെ പിയുടെ ഈ പ്രചരണത്തിന് ബദലായി രാജ്യവ്യാപകമായി ബോധവൽക്കരണം നടത്താൻ കോൺഗ്രസും രംഗത്തിറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. വരും ദിവസങ്ങളിൽ വനിതാ സംവരണ ബില്ലിനെ ചൊല്ലി രാജ്യത്ത് വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കും എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. അതിന് പിന്നാലെ ഈ പാർലമെൻറ്റിൽ ഈ വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ തന്നെ യഥാർത്ഥ ബില്ല്, അതായത് 2023 കൊണ്ടുവന്ന 106 ഭരണഘടനാ ഭേദഗതി, ആ ബില്ല് നടപ്പിൽ വരുത്തിക്കൊണ്ട് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിനോടൊപ്പം തന്നെ ഈ ഉത്തരേന്ത്യയിൽ ശക്തമായ പ്രതിപക്ഷ വിരുദ്ധ വികാരം ഉണ്ടാക്കുക എന്നതും ബി ജെ പിയുടെ ലക്ഷ്യമാണ്. കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ, ഈ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ശക്തി ആർജിക്കേണ്ടതിൻ്റെ ആവശ്യകത വോട്ടർമാരെ ബോധ്യപ്പെടുത്തുക എന്നതും ഈ പ്രചരണത്തിന് പിന്നിലുണ്ട്. അതായത് ഈ പറയുന്ന സംസ്ഥാനങ്ങളിലെല്ലാം വൻതോതിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കേണ്ടതാണ്. അതായത് ഓരോ എം പിമാരുടെയും കീഴിലുള്ള ജനസംഖ്യ അതിപ്പോൾ വർദ്ധിച്ച തോതിലാണ്. അത് കുറയ്ക്കുക എന്നാൽ അത് തീർച്ചയായും വലിയ നേട്ടമാകും ജനങ്ങൾക്ക്. എന്നാൽ ഇങ്ങനെ ഈ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടുന്നതിനെ തടഞ്ഞത്, ഇത്തരം സംസ്ഥാനങ്ങൾ എണ്ണം കൂട്ടുന്നതിനെ എതിർത്തത് അത് കോൺഗ്രസ് ആണ് എന്ന് വരുത്തി തീർക്കാൻ ബി ജെ പിക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ സീറ്റുകൾ കുറയ്ക്കുന്നത് നമ്മൾ തടഞ്ഞു എന്ന് കോൺഗ്രസ് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം പ്രധാനപ്പെട്ട ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമേ കോൺഗ്രസിന് ലഭിക്കുകയുള്ളൂ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെതിരായ ഒരു വികാരം അത് ഉണ്ടായി വരും എന്നും ബി ജെ പി കണക്കുകൂട്ടുന്നു. ഇതെല്ലാം വലിയൊരു രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒരു കണക്കുകൂട്ടൽ. സമീപഭാവിയിൽ തന്നെ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു പ്രക്ഷോഭ പരിപാടിയായി ഈ ഒരു പ്രതിഷേധത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിലും ഇതുതന്നെയാണ് എന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഏപ്രിൽ മാസം 16-ാം തീയതി, 16, 17, 18 തീയതികളിലാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പ്രത്യേക സമ്മേളനം വിളിച്ചത്. ബജറ്റ് സെഷൻ കഴിഞ്ഞ മാസം അവസാനിച്ചിരുന്നു. എന്നാൽ ബജറ്റ് സെഷൻ 3 ദിവസം കൂടി നീട്ടുകയായിരുന്നു. അങ്ങനെയാണ് പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം 3 ദിവസത്തേക്ക് വന്നത്. ആ പാർലമെൻറ്റ് സമ്മേളനത്തിൽ വനിതാ സംവരണ ബില്ലാകും ചർച്ചയ്ക്ക് വരിക എന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. വനിതാ സംവരണ നിയമത്തോടൊപ്പം തന്നെ ഈ മണ്ഡല പുനർനിർണയ ബില്ലും വരേണ്ടതുണ്ട്. കാരണം മണ്ഡല പുനർനിർണയത്തിനും സെൻസസിനും ശേഷമാണ് വനിതാ സംവരണം നടപ്പാക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ശക്തമായി എതിർക്കുമെന്ന് തുടക്കത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടി പറഞ്ഞിരുന്നു. അതിശക്തമായ വാദമുഖങ്ങളാണ് കഴിഞ്ഞ 2 ദിവസമായി പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും നടന്നത്. പാർലമെൻറ്റ് സമ്മേളനം ഇപ്പോൾ അനിശ്ചിതകാലത്തേക്ക് പിരിച്ചുവിട്ടിട്ടുണ്ട്. പക്ഷേ എന്തായാലും കഴിഞ്ഞ 2 ദിവസം, കഴിഞ്ഞ 48 മണിക്കൂറായി വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഈ പാർലമെൻറ്റിൻ്റെ ഇരു സമ്മേളനങ്ങളിലും നടന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ബില്ല് ചരിത്രപരമായ ബില്ലാണ്. ഇതിനെ പിന്തുണയ്ക്കുകയാണ് എങ്കിൽ രാജ്യം നിങ്ങൾക്കൊപ്പവും ഉണ്ടാകും. പക്ഷേ അതിനെ എതിർക്കുകയാണെങ്കിൽ രാജ്യം നിങ്ങളെ തള്ളിപ്പറയും. രാജ്യത്തെ സഹോദരിമാരും അതുപോലെ തന്നെ അമ്മമാരുമെല്ലാം കോൺഗ്രസിനെ വെറുക്കും എന്ന് ആദ്യം തന്നെ പ്രതിപക്ഷത്തിന് മുന്നിൽ ഒരു ചെക്ക് വയ്ക്കുകയാണ് ബി ജെ പി ചെയ്തത്. പക്ഷേ അതിന് മുന്നിൽ പ്രതിപക്ഷം അടിപതറിയില്ല. അതിനെ ശക്തമായി ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ പ്രതിപക്ഷം രംഗത്ത് വന്നു. 2024 തന്നെ ഇങ്ങനെ ഒരു സംവരണം നടപ്പാക്കാമായിരുന്നില്ലേ എന്ന് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ചോദിച്ചു. പിന്നീട് പ്രതിപക്ഷം ഈ ഒരു ബില്ലിനെതിരെ
ഒറ്റക്കെട്ടായി നിലകൊണ്ടു. 298 വോട്ടുകൾ, അതായത് NDAയുടെ എല്ലാ വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടു. 233 വോട്ടുകളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഉള്ളത്. 230 വോട്ടുകൾ മാത്രമേ അവിടെയും പോൾ പെട്ടിട്ടുള്ളൂ. 3 വോട്ടുകൾ ഒരുപക്ഷെ അത് വോട്ടിങ്ങിൽ നിന്നും വിട്ടുനിന്നതായിരിക്കാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ പ്രതിപക്ഷം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല, പ്രതിപക്ഷം വഴങ്ങാൻ തയ്യാറായില്ല. ചരിത്ര നിയമമാണത്, പാസ്സാക്കണമെന്ന് അവസാന നിമിഷം വരെ ഭരണകൂടം അഭ്യർത്ഥിച്ചു. പക്ഷേ അതിനൊപ്പം നിൽക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല. ഭരണപക്ഷവുമായി ഇടഞ്ഞു തന്നെ എന്ന സൂചനയാണ് പ്രതിപക്ഷം നൽകിയത്. അതിനെ തുടർന്നാണ് രാജ്യവ്യാപകമായ പ്രക്ഷോഭം. ജനങ്ങളെ പ്രതിപക്ഷം ആരാണ് എന്ന് പഠിപ്പിക്കുക എന്ന ചിന്തയുമായി ഇപ്പോൾ BJP വലിയ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്.